شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 45 ആയത്തുകൾ കഴിഞ്ഞു. 46-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. 46ഉം 47ഉം ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ചെറിയ ആയത്തുകളാണ് അല്ലേ? തജ്വീദ് ശ്രദ്ധിച്ചല്ലോ അല്ലേ? ശരിക്ക് വകുന്ന ശരിക്ക് ഇദ്ഗാമും ബിഗുന്ന മണിക്കണം. സാക്കിനാനൂന് അല്ലേ? പിന്നെ മറ്റൊരു നൂനുമായി കൂടി വന്ന സ്ഥലമാണത്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. വകുന്ന നിശ്ചയമായിട്ടും ഞങ്ങളായിരുന്നു. നുകദ്ദിബു നിഷേധിക്കുന്ന ആളുകളായിരുന്നു, കളവാക്കുന്ന ആളുകളായിരുന്നു. എന്ത്? ബിയൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസത്തെ. നരകത്തിൽ കടക്കാൻ കാരണമെന്തേ എന്ന ചോദ്യത്തിന് നരകക്കാർ പറയുന്ന മറുപടിയുടെ ഭാഗം തന്നെയാണ് ഇതും. 3-4 മറുപടികൾ മുമ്പ് പറഞ്ഞല്ലോ. നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ ആളുകളെ കൂടെ മുഴുകി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പറയുന്ന മറുപടിയാണ് വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പ്രതിഫലം നൽകുന്ന ദിവസത്തെ നിഷേധിക്കുന്ന ആളുകളായിരുന്നു. മരിച്ചാൽ മരിച്ചതോടെ തീർന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ഖബറോ പുനർജന്മമോ വിചാരണയോ ഹിസാബോ കിതാബോ സ്വർഗമോ നരകമോ ഒന്നുമില്ല, അതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. അതാണ് വകുന്നാ നുകദ്ദിബു. ആ പ്രയോഗം ഗൗരവമാണ്. യൗമുദ്ദീൻ ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ, പ്രവാചകന്മാർ അപ്പുറത്തുണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞിട്ടും ഞങ്ങൾ എന്താക്കി? ഞങ്ങളത് കേൾക്കാത്ത ആളുകളായിരുന്നു. അല്ല, ഞങ്ങൾക്ക് അറിയാത്ത കൊണ്ടൊന്നല്ല. ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ പ്രതിഫല ദിവസം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. അതല്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങളോട് പറഞ്ഞു തന്നു, എന്നിട്ട് ഞങ്ങളത് നിഷേധിച്ചു. വകുന്നാ നുകദ്ദിബു യൗമുദ്ദീൻ. യൗമുദ്ദീൻ അല്ലെ, മാലിക് യൗമുദ്ദീൻ ഫാത്തിഹയിൽ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതിഫല ദിവസം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈമാണ് അല്ലേ? അപ്പോൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപനങ്ങൾ, ഇതിനൊക്കെ നേരെ പുച്ഛ മനോഭാവം സ്വീകരിക്കുകയും ഇതിനൊക്കെ അവഹേളിക്കുകയും ചെയ്യുക, ഇതിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുക, പ്രകോപനപരമായ നടപടികൾ സ്വീകരിക്കുക, ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന സമ്പ്രദായക്കാരായ ആളുകളില്ലേ, അവരോട് എന്താണ് പറയുക? ഇത് ചെയ്യുന്ന ആളുകളോട് സഹകരിക്കുക, അവരൊപ്പം നിൽക്കുക. ഇതൊക്കെ സത്യനിഷേധത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഇവരിപ്പോൾ പറഞ്ഞത് ഞങ്ങൾ നിഷേധിച്ചിരുന്നു പ്രതിഫല ദിവസത്തെ എന്നാണ്. അപ്പോൾ അതിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇതൊക്കെ. ഖുർആൻ അംഗീകരിക്കാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാതിരിക്കുക, അതിനെ പുച്ഛിക്കുക, അവഹേളിക്കുക, നബിക്കെതിരെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇത് നടത്തുന്ന ആളുകളുമായി കൂടെ കൂടുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് എന്താ? മരിച്ചാൽ പിന്നെ ഒരു ജീവിതമില്ല എന്ന് പറയുന്ന ആ വിശ്വാസം. മരിച്ചതോടെല്ലാം തീർന്നു അല്ലേ? ഇപ്പം മരണാനന്തര ജീവിതം ഇല്ല എന്ന് ഒരാളെ വിശ്വസിക്കുമ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ പിന്നെ എന്താക്കുക? അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ പറ്റുക. പിന്നെ ആരെയും നോക്കേണ്ട കാര്യമില്ല, ആരും അനുസരിക്കേണ്ട കാര്യമില്ല. മരിച്ചാൽ അതവിടെ കഴിഞ്ഞില്ല, അതിൻ്റെ ശേഷം വേറൊന്നുമില്ലല്ലോ. പരലോകത്ത് രക്ഷകളോ ശിക്ഷകളോ ഒന്നുമില്ല. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം താൻ തോന്നിയായി ജീവിക്കുകയും നിഷേധം അല്ലെങ്കിൽ അവഹേളനം അല്ലെങ്കിൽ പരിഹാസം, പുച്ഛ മനോഭാവം, ഇതൊക്കെ
കുലത്തൊഴിലായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരങ്ങനെ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യൗമുദ്ദീൻ എന്നത് നിഷേധിച്ചതാണ്. അതാണ് വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ എന്ന് പറയാൻ കാരണം. മരണത്തോടെ തീരുമെന്ന് കരുതുന്ന ആളുകൾക്ക് എന്തോ ആവാലോ. നമ്മക്കങ്ങനല്ല, നമുക്ക് യൗമുദ്ദീൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. നമുക്കനാകാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ നേരെ പോകണമെന്ന് പറയാൻ കാരണം. നമ്മുടെ വഴി ക്ലിയർ ആയിരിക്കണമെന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റൂല. അല്ലാത്ത ആളുകൾക്കാവാം. യൗമുദ്ദീൻ, ഈ യൗമുദ്ദീൻ ഖുർആനിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊക്കെ വലിയ ആശ്വാസമാണ്. പ്രതിഫലം നൽകുന്നൊരു ദിവസമുണ്ട്, നമുക്ക് ആശ്വാസമുണ്ട്, നമുക്ക് പേടിയുണ്ട്. പേടി എന്തിനാണെന്നറിയോ? അതാദ്യം പറയാം. പേടി പഠിച്ചോനെ ആ ഒരു ദിവസം ഞാനവിടെ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ, എനിക്കും പ്രതിഫലം തരുന്ന ദിവസമാണുള്ളത്, എന്തേ കരപ്പൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടില്ലേ. അള്ളാഹു നമുക്ക് രംഗം എളുപ്പമാക്കി തരട്ടെ. ആമീൻ. പിന്നെ നമുക്ക് ഈ യൗമുദ്ദീൻ എന്ന് ഖുർആൻ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. എന്താ ആശ്വാസം എന്നറിയോ? എന്തോരം അരാജകത്വങ്ങളും അതിക്രമങ്ങളുമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഈ ദുന്യാവിലിപ്പോൾ. ഇതിനൊക്കെ കണക്ക് പറഞ്ഞൊരു ദിവസം ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു സമാധാനം അല്ലേ? ക്രൂരരായ ഭരണാധികാരികൾ, സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ, ഗവൺമെൻറ്റുകൾ, ലോകരാഷ്ട്രങ്ങൾ ആളുകൾ അടിച്ചമർത്തുകയും കൊല്ലുകയും പീഡിപ്പിക്കുകയും ചതിക്കുകയും കൊള്ള നടത്തുകയും ഒക്കെ ചെയ്യുന്ന, എങ്ങിട്ട് തിരിഞ്ഞാലും അനീതിയാണ് ലോകത്ത് നടക്കുന്നത്. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും അനീതിയാണ്. സുപ്രീം കോടതികൾ വരെ, വലിയ വലിയ കോടതികൾ വരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് വിധി പുറപ്പെടുവിക്കുന്ന, അതായത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന, ഞാൻ ഉഷാറായ മതി ബാക്കിയുള്ളവനെ എന്തായാലും പറ്റില്ല എന്നുള്ള അടിച്ചമർത്തുന്ന ഒരു രീതിയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരുമല്ലോ. അപ്പോൾ ഇവിടെ ഏത് അടിച്ചമർത്തപ്പെട്ടവനും ഒരു ദിവസം നീതി കിട്ടും എന്ന് ഉറപ്പിക്കാൻ ഈ യൗമുദ്ദീൻ എന്ന പ്രയോഗം നമ്മളെ സഹായിക്കുന്നു. അപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് ഇങ്ങനെ നടക്കണ കുറേ സംഗതികൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ദുന്യാവല്ലേ നടന്നോട്ടെ, ഇതിനൊക്കെ പടച്ചവന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ ആ സാധുവിന് പടച്ചവന് മുമ്പിൽ ചെന്നാൽ ഇതിന് നീതി കിട്ടും എന്നൊരു ശുഭാപ്തി വിശ്വാസം, എന്നൊരു ഉറച്ച വിശ്വാസം ഈ യൗമുദ്ദീൻ എന്ന പ്രയോഗം കൊണ്ട് നമുക്കൊക്കെ ലഭിക്കുന്നതാണ്. പ്രതിഫലം നൽകുന്ന ദിവസം. അതുകൊണ്ടാണ് അതിനെ അങ്ങനത്തെ പറയാൻ കാരണം. അല്ലെങ്കിൽ ഖിയാമത്ത് നാളെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, മഹ്ശറ എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അല്ല ഹിസാബിൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ആപ്റ്റ് യൗമുദ്ദീൻ എന്നാണ്. പ്രതിഫലം നൽകുന്ന ദിവസം, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായി നൽകുന്ന ദിവസം. എത്രയോ സാധുക്കളായ ആളുകൾ എതിർക്കാൻ പറ്റാതെ, മറുചോദ്യം ചോദിക്കാൻ പറ്റാതെ അടിച്ചമർത്തപ്പെടുന്ന, പറഞ്ഞത് മാത്രം കേൾക്കേണ്ടി വരുന്ന, അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന, ഇതിനൊക്കെ നീതി കിട്ടേണ്ട ഒരു സ്ഥലം വേറെ ഉണ്ടാവണ്ടേ? അപ്പോഴേ ലോകത്തിൻ്റെ അർത്ഥമുള്ളൂ, അപ്പോഴല്ലേ സൃഷ്ടിപ്പിൻ്റെ അർത്ഥമുള്ളൂ, അപ്പോഴല്ലേ അള്ളാഹുവിൻ്റെ നീതി പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ എങ്ങനെ ദുന്യാവിന്ന് കഴിച്ചിലായ ആളാണെങ്കിലും ശരി, എത്ര വേണ്ടാത്തരങ്ങളും അതിക്രമങ്ങളും കാണിച്ചിട്ട് ഇവിടെ രക്ഷപ്പെട്ടാലും ആഖിറത്തിന് രക്ഷപ്പെടില്ല, അള്ളാഹു അവിടെ പിടിക്കും. അതൊക്കെ ഇത്തരം ആളുകൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ആരും അടിച്ചമർത്താൻ പോകുന്നില്ല എന്നൊന്നും കരുതണ്ട. നമ്മളെ അടിച്ചമർത്തുന്ന നമ്മളെ വീട്ടുകാർ തന്നെ ആയിരിക്കും, നമ്മളെ മക്കളെ, നമ്മളെ ഭാര്യമാരെ, നമ്മളെ കുടുംബക്കാരെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നതും അടിച്ചമർത്തുന്നതും പ്രയാസപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ ആരൊക്കെ ചെയ്യണം, അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുമല്ലോ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ ആ യൗമുദ്ദീൻ നേരിടേണ്ട ആളുകളാണ് നമ്മളെന്ന ബോധം നമുക്കുണ്ടാവണം. അതില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നിട്ട് അവർ പറയണം, നരകക്കാർ പറയണം, ഈ 47-ാമത്തെ ആയത്ത്, ഹത്താ അതാനൽ യഖീൻ, ഞങ്ങൾക്ക് മരണം വന്നെത്തുന്നത് വരെ ഞങ്ങൾ ഈ ലെവലിൽ തന്നെ തുടർന്നു. അവരിങ്ങനെ കാരണങ്ങൾ എണ്ണി പറയല്ലേ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല, ഞങ്ങളിങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുകയായിരുന്നു, ഞങ്ങൾ യൗമുദ്ദീൻ നിഷേധിക്കുകയായിരുന്നു, ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചു തീർത്തു. ഏതുവരെ? ഹത്താ വരെ, അതാന ഞങ്ങൾക്ക് വന്നെത്തുന്നത് വരെ, അൽ യഖീൻ മരണം വന്നെത്തുന്നത് വരെ. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് അർത്ഥം. അതിന് ഉറപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം മരണം എന്നാണ്. എന്താ ഇപ്പോൾ ഉറപ്പിന് മരണം എന്ന ആശയം പറയാൻ കാരണം? ആ ഉറപ്പാണ്, വരുന്ന ഉറപ്പാണ്. ആ മരണമാകുന്ന ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി, അതാണ് ആയത്തിൻ്റെ ശരിക്കർത്ഥം. ആ ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി എന്ന് പറഞ്ഞാൽ വരുന്ന ഉറപ്പുള്ളൊരു സംഗതി ഇല്ലേ, മരണം, അത് ഞങ്ങൾക്ക് വന്നെത്തി. അതിലാർക്കും സംശയമില്ലല്ലോ. അതിന് പിന്നെ മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ജനിക്കണം എന്നുമില്ല മരിക്കാൻ, ജനിക്കുന്നതിന് മുമ്പ് മരിക്കണില്ല ആളുകൾ. അള്ളാഹു തആല ഗർഭാശയത്തിൽ വെച്ച് കുട്ടികളെ മരിപ്പിക്കാറില്ലേ? ഇപ്പം ജനിക്കാനേ വേണ്ട മരിക്കാൻ. മരണം എന്നത് ഉറപ്പാണ്. പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കണം അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ മരിക്കാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും മറുപടി പറയാറുണ്ട്, ജനിക്കാതിരിക്കലാണ്. അത് തെറ്റല്ലേ? ജനിക്കാതിരിക്കണം എന്നുണ്ടോ? മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കണം എന്നല്ല മരിക്കാൻ. അതിന് മുമ്പേ അള്ളാഹു തആല ഗർഭപാത്രത്തിൽ നിന്ന് ആളെ കുട്ടികളെ മരിപ്പിക്കാറുണ്ട്.
അതൊക്കെ അള്ളാഹിൻ്റെ കയ്യിലുള്ള വിഷയങ്ങളാണ്. ഉറപ്പാണ് മരണം എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് യഖീൻ എന്ന് പേരിടാൻ കാരണം. ഹത്താ അതാനൽ യഖീൻ, ആ ഉറപ്പാവുന്ന മരണം ഞങ്ങൾക്ക് വന്നെത്തുന്നത് വരെ, മരണം വരെയും ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളങ്ങനെ തോന്നികളെ പോലെ ജീവിച്ചു. എല്ലാവരും ഞങ്ങളോട് പറഞ്ഞിരുന്നു, അങ്ങനെ ഉണ്ട് കേട്ടോ, യൗമുദ്ദീൻ ഉണ്ട് കേട്ടോ, നിസ്കരിക്കണം കേട്ടോ, സക്കാത്ത് കൊടുക്കണം കേട്ടോ, വെറുതെ സമയം കളയരുത് കേട്ടോ, ദീനാണ് കേട്ടോ, മുസ്ലിമാണ്, മുസ്ലിമിന് ലക്ഷ്യമുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടേ, എങ്ങനെയാണ് നടക്കരുതേ, ശ്രദ്ധ വേണേ, ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ മരണം വരെ അങ്ങനെ നടന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ നരകശിക്ഷയ്ക്ക് വിധേയരായത് എന്ന് നരകക്കാരായ ആളുകൾ മറുപടി പറയും. സുബ്ഹാനല്ലാഹ്. യഖീൻ എന്നത് ആർക്കും സംശയമില്ലാത്ത, എല്ലാ സംശയങ്ങൾക്കും വിരാമമിടുന്ന ഉറപ്പായ സംഗതിയാണ്. അതുകൊണ്ടാണ് യഖീൻ എന്ന് മരണത്തെ ഉദ്ദേശിച്ച് പറയുന്നത്. മരിക്കുന്നത് വരെ ഇതേ അവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ആളുകൾക്ക് പിന്നാലെ രക്ഷയുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണ്, ഇല്ലല്ലോ. അതാണ് ഇനി അടുത്ത ആയത്തോടെ അല്ലാഹു തആല പറയാൻ പോകുന്നത്. അപ്പം ഈ മരണം എന്നത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ് എങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവണ്ടേ എന്നതാണ് ഇവിടെ ഒരു മറു ചോദ്യമുള്ളത്. ആയിട്ടുണ്ടോ ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ ആകണം, ഞാനടക്കം ആവണം. അത് എപ്പോഴും പോവാം, എപ്പോഴും ആവാലോ. അൽഹംദുലില്ലാഹ് ഇത്രയും കാലം ജീവിക്കാൻ പടച്ചോൻ ആയുസ് തന്നു. റബ്ബേ, ഞാൻ നിൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പടച്ചോനെ. എന്താണ് ഇപ്പം എൻ്റെ അവസ്ഥ? ഒരു ബോധമുണ്ടാവണം, ഒരു ഹിസാബ് സ്വന്തം നടത്തണം. 40 കഴിഞ്ഞ ആളുകൾ പ്രത്യേകിച്ച് നടത്തണം. 40 കഴിഞ്ഞിട്ടും പടച്ചോനെക്കുറിച്ചൊരു ചിന്തയോ പേടിയോ മനസ്സിൽ വരുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാണെന്നാണ് പണ്ഡിതന്മാർ പറയാറ്. അപ്പം ഇനി 40 കഴിയാത്ത ആൾക്കാരത് കേൾക്കാനുണ്ടെങ്കിൽ ഓരിങ്ങനെ എനിക്ക് 40 ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കണ്ട കേട്ടോ. അതൊരു കണക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പടച്ചോന് 40, 10, 20, 30, 5 ഒന്നുമില്ല. അജല് വന്നാൽ അള്ളാഹു കൊണ്ടുപോകും. അസ്രായിൽ അലൈഹി സ്വലാം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോരുത്തരെയും ഒരു ദിവസം പലതവണ വന്ന് നോക്കുന്നുണ്ടെന്ന, ഞാൻ ഇന്ന് പിടിക്കേണ്ട ആൾക്കാരുണ്ടോ ഉണ്ടോ. അപ്പോൾ അത് ആ സമയമായാലും അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ആ സമയം റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് ഒരുങ്ങണം. യഖീൻ എന്ന് പറഞ്ഞ അള്ളാഹു തആല ആ പദം പ്രയോഗിച്ചതായി അതിനാണ് ഉറപ്പായിട്ടും വരുന്ന സംഗതിയാട്ടോ യഖീൻ. നിങ്ങൾ എന്താക്കണം? നിങ്ങൾ ഒരുങ്ങണം. ബാധ്യതകളൊക്കെ വീട്ടിയിരിക്കണം. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴേ മരിക്കാണ് എന്ന ലെവലിലാണ് പോകേണ്ടത് എന്നാണ്. കാരണം അതൊരു ചെറിയ മരണമാണ്. നേരം വെളുത്ത പടച്ചോൻ്റെ തോഫീക്കുണ്ടെങ്കിൽ റൂഹ് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് എണീക്കാം. നമ്മളങ്ങനെ നമ്മളെന്തായാലും എണീക്കുന്നുള്ള ഉറപ്പിൽ കിടക്കുന്ന ആളുകളാണ്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും നേരത്തെ എണീക്കും. അള്ളാഹിൻ്റെ അടുക്കലാണ് കാര്യങ്ങൾ. അള്ളാഹു നമ്മളെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ യഖീൻ ആയ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. നമ്മളെയും ഒരുക്കണം, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം, സമൂഹത്തെ ഒരുക്കണം. നമ്മൾക്ക് ബാധ്യതയുള്ള ആളുകളൊക്കെ ആ വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തെറ്റുകളിലേക്ക് പോകുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം. എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. മരണത്തെ നേരിടാനുള്ള ഒരു മാർഗ്ഗം അതാണ്. എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പറ്റിയ ഉടനെ തൗബ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മരണസമയത്തും അത് പറയാൻ കഴിയും. മരിക്കണ സമയത്ത് അങ്ങോട്ട് പറയാനായി വരണം എന്നാണ് അത് സംഗതി. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ദുആന്റെ വസിയത്ത് എല്ലാവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി സ്വർഗ്ഗത്തിൻ്റെ ഉന്നത ദർജകൾ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ക്ലാസ് കേൾക്കുന്ന ആളുകൾ, അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് 48-ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.